ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എമ്പുരാന്റെ ഒരു വിശേഷം പറയാനുണ്ട്. എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ ആയി വരുന്നു. ബിക്കോസ് എനിക്ക് 18ാമത്തെ ക്യാരക്ടർ റിവീലായി. ഇനി ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പലതും, നമ്മൾ സർപ്രൈസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പല ആക്ടേഴ്സിനും നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് ഇനിയായിരിക്കും. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഈ റിവീലിലും നമ്മൾ കാണാത്തത് സിനിമാ തിയേറ്ററിൽ പോയി കാണാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഈ 36 ക്യാരക്ടേഴ്സിൽ ചിലപ്പം സർപ്രൈസ്, ബിഗ് സർപ്രൈസും ചിലപ്പോൾ ഇതിലും കാണിക്കാറുണ്ടാവില്ല. നമുക്ക് എന്തായാലും അതിന്റെ ഒരു വീഡിയോ വേറെ ചെയ്യാനുണ്ട്. കാരണം നമുക്ക് 1-2 ക്യാരക്ടേഴ്സിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പം വന്നിരിക്കുന്നത് നമ്മൾ എമ്പുരാന്റെ ഒരു പ്രൊമോഷൻ, തമിഴ്നാട്ടിൽ നടന്നൊരു പ്രൊമോഷന്റെ ഒരു വീഡിയോ. അതിലത് കണ്ടിട്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിപ്പോയി. കാരണം മലയാളം കേരളത്തിൽ പോലും ഇത്ര ഗംഭീരമായ ഒരു ഫാൻസിനെ, ഒരു ഓഡിയൻസിനെ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയുകയാണെങ്കിൽ. കാരണം അത്ര ഗംഭീര ലാലേട്ടനും പൃഥ്വിരാജും സ്റ്റേജിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ആ ഫുൾ ടൈം അവരവിടെ വന്ന് ഇറങ്ങി പോകുന്നത് വേറെ അവിടുത്തെ ഒരു ഓളം കാണും. അതൊരു കോയമ്പത്തൂരുള്ള ഒരു കോളേജാണ് തോന്നുന്നു. അവിടെ ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. എന്നാൽ പോലും കേരളത്തിൽ ഉള്ളത്ര മലയാളീസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ കേരളത്തിൽ കാണുന്നതിന്റെ ഒരു 10 ഇരട്ടി ഓളം ആ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവും. സോ അത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. നമുക്കൊന്ന് ആ വീഡിയോ ആദ്യം കാണാം. കാരണം പ്രൊമോഷൻ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്ന് തമിഴ്നാട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ. കാരണം ഓൾറെഡി ഒരു മന്തും കുറച്ച് ദിവസം കൂടി ഉള്ളൂ സിനിമ റിലീസ് ആവാൻ. സോ പ്രൊമോഷൻ എന്തായാലും ഓൾറെഡി ഓണാവേണ്ട ടൈമായി. സോ ഇത് തമിഴ്നാട്ടിലൊരു കോളേജിൽ ലാലേട്ടനും പൃഥ്വിരാജും പോയി കഴിഞ്ഞ ആഴ്ച, എനിക്ക് തോന്നുന്നു 1-2 ദിവസം മുന്നേ. സോ ആ വീഡിയോ നമുക്ക് കാണാം. ആദ്യം ഒന്ന് വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. Thank you so much. To the Science College of Arts and Engineering, the faculties, management, students, thank you so much for this wonderful welcome. See, actually, we have been overwhelmed. Lucifer, so we are coming out with the second chapter of trilogy called Emperor. It is a pan-Indian film in the Marathi, but pan-Indian film in the Marathi, it is just not just saying. To create a pan-Indian film, it's not an easy job, because especially in India, the world is taken under, each state has got its own diversity, culture, our art also. To compare everything in their film and projecting into the perspective of the audience. Now that you know, movie of ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലായി. സോ ആ ഐശ്വര്യവും സ്നേഹവും ആ സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് എന്റെ നിർമ്മാതാക്കളായ ശ്രീ ആന്റണി പെരുമാവൂരിനോടും and my friend Subhaskar sir of Laika Productions.
ഈ രണ്ട് വ്യക്തികളുടെ വലിയ കൺവിക്ഷനാണ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമായതിന്റെ വലിയ കാരണം. ആൻഡ് ഓഫ് കോഴ്സ് ഈ സിനിമയിൽ നിങ്ങൾ ലൂസിഫറിൽ കണ്ട പോലെ തന്നെ കേരളവും കേരളത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ കഥയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഉള്ള ഒരു വലിയ പ്ലോട്ട് ലൈൻ ഈ സിനിമയിൽ റണ്ണിംഗ് ആണ്. ഞങ്ങൾ 5ഓളം രാജ്യങ്ങളിൽ 9ഓളം സംസ്ഥാനങ്ങളിൽ 145 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. We have tried our absolute best to give you an audio-visual experience that we hope you will love. And I'm really glad that the first offline promotional program has kicked off in a college. കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട് 2025 മാർച്ച് 27 തീയതി രാവിലെ തിയേറ്ററുകളുടെ മുന്നിൽ എന്റെ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാരായിരിക്കും. ഈ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഈ സിനിമ. നിങ്ങളിത് കണ്ട് ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കും എന്ന വിശ്വാസത്തിലാണ്. പിന്നെ ഇത് നന്നായാൽ ഇതിനൊരു ലാൽ സാർ പറഞ്ഞ പോലെ ഒരു ട്രിലജിയാണ്, ഒരു 3ാം ഭാഗം ഉണ്ടാകാം. അപ്പൊ ദൈവനിഗ്രഹിച്ച് സംഭവിക്കുകയാണെങ്കിൽ maybe let the stars align for us to come and launch the 3rd part at the same venue. So thank you so much for the opportunity, for giving us this venue to come and share our excitement on our film to such a huge crowd. And thank you to the management of Hindustan College and to this wonderful get-together that you guys are having every year. So come the 27th of March, I hope to see all of you in theaters across the country. Amma ida padam undu Malayalam, Tamil, Hindi, Kannada, Telugu release aapora. So like the teaser, please select your language option, select your theater, grab a bag of popcorn and have fun. That's what this film is about. Wow. So we're really looking forward, but before that, as a director, you're a big fan of Lalaten and you're directing, and the entire part of the second part we're looking forward. But tell me some special moments in the cinema is all about Panchayiko. Special moments and any of that. That's very interesting. I can't pick. So all the characters you met in Lucifer Part 1 are part of this world also. A lot of characters who you haven't met are part of this film as well. And like I said, we've had the privilege of being able to work with a lot of British actors, American actors, other countries. So when you see the film, I guess you'll know. And like I said, there's a world building in the cinema. So Lucifer Part 2 is very much about introducing you to the world of Croatia now and how he has to now come back to save God's own country from another chaos. എന്താണ് ആ കോളേജ് തോളം അല്ലേ? ഇതൊന്നും ഭയങ്കരമായിട്ട് ഞാൻ ഈ അടുത്തൊന്നും നമ്മളെ ഒരു കേരളത്തിലെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഇത്ര മോളെ സൃഷ്ടിച്ച ഒരു ഇവന്റ് അല്ലെങ്കിൽ പോലെ ഞാൻ കണ്ടിട്ടില്ല. സോ അത് ഭയങ്കര രസം. മാത്രമല്ല ലാലേട്ടന്റെ സംസാരം പൃഥ്വിരാജ് സംസാരിക്കുന്നു. ആ പൃഥ്വിരാജ് അതിൽ സംസാരിച്ചപ്പം എന്താ പറയാ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നോട്ട് ചെയ്തൊരു കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, ഇതില് ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ ബ്രിട്ടീഷ് ആക്ടേഴ്സും അമേരിക്കൻ ആക്ടേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു സാധനം കൊണ്ട് മൂപ്പരോട് സ്റ്റോപ്പ് ചെയ്തു. ഇനി പിന്നെ വേറെ ആക്ടേഴ്സ്, കൺട്രി ആക്ടേഴ്സ് ഉണ്ട്. സോ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, എനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിന് പിക്ക് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. സോ ഒരു കൊറിയൻ ആക്ടർ ഉറപ്പായിട്ട് ഇതിലുണ്ട്. നമ്മൾ ഡോൺലി ആണോ, പിന്നെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹമാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഒരു കൊറിയൻ ആക്ടർ സിനിമയിലുണ്ട്. നമ്മൾ ഞെട്ടാൻ പോകുന്ന ഒരു കൊറിയൻ ആക്ടർ എന്തായാലും സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കൊറിയ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാത്തത്. അമേരിക്കൻ ആക്ടേഴ്സും ബ്രിട്ടീഷ് ആക്ടേഴ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് വേറെ ലാംഗ്വേജിൽ ആക്ടേഴ്സ് ഉണ്ടെന്ന് പറയാൻ കാരണം കൊറിയൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് പിടിക്കുന്ന അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. സോ എന്തായാലും ഇനി കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാണ് ആ ഒരു ഉത്സവ മോഡിന് വേണ്ടിയിട്ട് മാർച്ച് 27. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.